എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് EDU08-ലെ ടൂൾസ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ടൂൾസ് ഓഫ് അസസ്മെൻറ്റിൽ വരുന്നതാണ് ക്യുമുലേറ്റീവ് റെക്കോർഡും ക്വസ്റ്റനെയറും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്യുമുലേറ്റീവ് റെക്കോർഡ് ഒരു കുട്ടിയുടെ പേഴ്സണൽ ഹിസ്റ്ററി ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ? നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആ കോഴ്സ് അവസാനിക്കുന്നത് വരെയുള്ള ഒരു കുട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് സമയാസമയം ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡ് ഒരു എൻവലപ്പിലാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അതിനെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എൻവലപ്പ് എന്നും, കാർഡിലാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് കാർഡ് എന്നും അതിനെ അറിയപ്പെടുന്നു. ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കുട്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം കുട്ടിയുടെ ഫിസിക്കൽ ഡേറ്റാസ്, ഹൈറ്റ്, വെയ്റ്റ്, മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ കുട്ടിയുടെ സൈക്കോളജിക്കലായിട്ടുള്ള വിവരങ്ങൾ, കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എഡ്യൂക്കേഷണൽ ഡേറ്റാസ്, അതൊന്ന് പറയുമ്പോൾ ഇതിൽ ഒരു കുട്ടി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നിലവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് കുട്ടി കൈവരിച്ചിട്ടുള്ളത് തുടങ്ങിയതെല്ലാം എവിടെയാണ് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കുട്ടിയുടെ താല്പര്യം, അവൻ്റെ കഴിവുകൾ തുടങ്ങിയ കാര്യങ്ങളും ഈ ക്യുമുലേറ്റീവ് റെക്കോർഡിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നു. ഈ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് യാതൊരു തരം മിസ്റ്റേക്സും, തെറ്റുകളും സംഭവിക്കാനായിട്ട് പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗമല്ലാതായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച്, ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ പുനഃക്രമീകരിക്കണം. ചേഞ്ച് വരിക എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ അഡ്രസ്സ് ഒന്ന് മാറി, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഒന്ന് മാറി തുടങ്ങി എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുവാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡിൻ്റെ അകത്ത് ആ മാറ്റങ്ങൾ അപ്പം തന്നെ വരുത്തണം. അപ്പം ഇനി നിങ്ങൾ പറയൂ, ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേഴ്സണൽ ഹിസ്റ്ററി ആണോ? അതെ, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യുമുലേറ്റീവ് റെക്കോർഡിനെ ഒരു കുട്ടിയുടെ പേഴ്സണൽ ഹിസ്റ്ററി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റനെയർ ആണ്. ക്വസ്റ്റനെയർ എന്ന് പറയുമ്പം ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു അസസ്മെൻറ്റ് ടൂളാണ് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റനെയർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൽ ഏർപ്പെടുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് റെസ്പോണ്ടൻ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റനെയേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പിളായിരിക്കണം, ലളിതമായിരിക്കണം, അതുപോലെ പ്രസക്തി ഉള്ളൊരു വിഷയമായിരിക്കണം ഇവിടെ ക്വസ്റ്റനെയറിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. അതുപോലെ ക്വസ്റ്റനെയർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്സ് ഒന്നും വരരുത്. അതുപോലെ ക്വസ്റ്റ്യൻസ് ചെറിയ രീതിയിൽ, ചെറിയ ഘടനയിലുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഘടന ഫോളോ ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ ശാസ്ത്രീയമാണല്ലേ ഈ ക്വസ്റ്റനെയർ മെത്തേഡ് എന്ന് പറയുന്നൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വരരുത്. മെയിനായിട്ട് കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, കൃത്യമായിരിക്കണം ചോദിക്കുന്ന കാര്യങ്ങൾ, യാതൊരു മിസ്റ്റേക്കും വരാനായിട്ട് പാടില്ല. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റനെയേഴ്സ് നോക്കാം. പ്രധാനമായിട്ട് 2 ടൈപ്പാണുള്ളത്, ക്ലോസ്ഡ് എൻഡഡും ഓപ്പൺ എൻഡഡും. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റനെയേഴ്സ് എന്ന് പറയുമ്പോൾ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്. ഇതിനകത്ത് ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരിക്കും നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് 4 ഓപ്ഷനാണ് ഉള്ളത് എങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റനെയർ ആണ്? ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റനെയർ ആണ്. നെക്സ്റ്റ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റനെയർ ആണ്. ഇതെന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറച്ച് വിശാലമായിട്ട് അല്ലെങ്കിൽ വിവരണാത്മകപരമായിട്ട് കുറച്ച് വിശദീകരിച്ചൊക്കെ തന്നെ ആൻസർ കൊടുക്കേണ്ടി വരുവാണ് എങ്കിൽ അത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റനെയർ ആണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റനെയർ ഉണ്ട്, അതാണ് മിക്സഡ് ക്വസ്റ്റനെയർ. അതെന്ന് പറയുമ്പം ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ക്ലോസ്ഡ് എൻഡഡും ഓപ്പൺ എൻഡഡും കൂടെ ചേർന്നിട്ടുള്ളൊരു മോഡൽ, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റനെയേഴ്സ് ആണെന്ത് മിക്സഡ് ക്വസ്റ്റനെയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ക്വസ്റ്റനെയേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഇത് ഈസിയാണ്. ഈസിയാണ്, വളരെ എളുപ്പമാണ് നടത്താനായിട്ട്. അതുപോലെ ഒരു ചോദ്യം മതി ഒരുപാട് പേരോട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ക്വസ്റ്റനെയർ തയ്യാറാക്കിയിട്ട് ആ ക്വസ്റ്റനെയർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു 10 പേരെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ 10 പേരുടെ കയ്യിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ആ ഒരു സംഭവം. പിന്നീട് വരുന്നത്
ഒരേ സമയം അറ്റ് എ സെയിം ടൈം എന്താണ് നമുക്ക് പലയിടങ്ങളിൽ ഇത് യൂസ് ചെയ്യാം. ഒരു ക്വസ്റ്റനെയർ തന്നെ ഒരു സ്കൂളിലെ 10 ക്ലാസ് ഉണ്ടെങ്കിൽ ആ 10 ക്ലാസ്സിൽ നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്താണ് ഇത് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഒരേ സമയം നമുക്ക് എന്താണ് ഈ ക്വസ്റ്റനെയർസിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. എല്ലാ വിവരങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ശേഖരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എല്ലാ ഡേറ്റാസും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ ക്വസ്റ്റനെയർസിലൂടെ? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പോൾ ആ ഒരാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ, അയാളുടെ ഇമോഷൻസിനെ ഒന്നും തന്നെ നമുക്ക് എന്താണ് ഈ ക്വസ്റ്റനെയറിലൂടെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. പിന്നെ വാലിഡിറ്റി, ഈ ക്വസ്റ്റനെയർസിൻ്റെ വാലിഡിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഏർപ്പെടുന്ന ആൾ തരുന്ന ആൻസേഴ്സൊക്കെ തന്നെ കറക്റ്റ് ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുപോലെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഈ പങ്കെടുക്കുന്ന റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ അയാൾ തരുന്ന ആൻസേഴ്സ് എന്തായിരിക്കും? തെറ്റായിരിക്കും അല്ലേ? അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കില്ല തരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റനെയറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 2 ടോപ്പിക്കായിരുന്നു ക്യുമുലേറ്റീവ് റെക്കോർഡും ക്വസ്റ്റനെയർസും. ഇത് രണ്ടും എന്തിലാണ് വരുന്നത്? ടൂൾസ് ഓഫ് അസസ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള 2 ടോപ്പിക്കായിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.